പണ്ട് പറഞ്ഞൊരു കാര്യമാണ്. ഇതിനൊക്കെ ഇന്ന് വളരെ കാര്യമായിട്ടുള്ള പ്രസക്തിയുണ്ട്. ഹൈന്ദവ ധർമ്മത്തെ അവഹേളിക്കാനും അധിക്ഷേപിക്കാനും തമസ്കരിക്കാനും തറ പറ്റിക്കാനും വേണ്ടി കുറേ അധികം ഹിന്ദുക്കൾ രാഷ്ട്രീയത്തിൻ്റെ ചുവട് പിടിച്ച് ശ്രമിക്കുന്നുണ്ട്. മന്ത്രിമാർ മാത്രമല്ല, ഈ പുരോഗമനവാദിക്കാര് എന്ന് പറയുന്നവർ മാത്രമല്ല, അതുപോലെ വിദ്യാർത്ഥികൾ ഇതേ രാഷ്ട്രീയത്തിൻ്റെ ചുവട് പിടിച്ച് നമ്മുടെ ധർമ്മത്തെയും സംസ്കാരത്തെയും അവഹേളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം, നമ്മുടെ സംസ്കൃത കോളേജ് തിരുവനന്തപുരത്ത് ശരിക്ക് നല്ല രീതിയിൽ സംസ്കൃതം പഠിപ്പിക്കുന്ന ഒരു കോളേജാണ്. മിക്കവാറും വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ ഏതാണ്ട് ഇടതുപക്ഷമാണ്, ശക്തമായിട്ടുള്ള ഇടതുപക്ഷമാണ്. ഒരു കോളേജിൽ ബക്രീദ്, റംസാൻ, ക്രിസ്തുമസ്, ഈസ്റ്റർ, ഓണം, ഹോളി എന്താഘോഷിച്ചാലും ആഘോഷിച്ചില്ലെങ്കിലും അത് വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഭൂരിഭാഗവും സംസ്കൃതം പഠിക്കാനായിട്ട് വരുന്ന ഹിന്ദുക്കളാണ്, പല കാറ്റഗറിയിലുള്ളവർ. അവിടെ നിങ്ങൾ പോകണം. സരസ്വതി പൂജ ഇല്ല, ഹോളി ഇല്ല, ദീപാവലി ഇല്ല. അതെങ്ങാനും ആരെങ്കിലും ആഘോഷിക്കാനോ ആചരിക്കാനോ ശ്രമിച്ചാൽ അതിനൊക്കെ ശക്തമായിട്ട് എതിർത്ത് വർഗീയതയാണെന്ന് മുദ്ര കുത്തുന്നവരുണ്ട്. അതേ സമയത്ത് ക്രിസ്തുമസ് വെക്കേഷൻ ആണെങ്കിൽ പോലും എല്ലാ മുറിയിലും ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള വിദ്യാർത്ഥികൾ ക്രിസ്തുമസിൻ്റെ പുൽക്കൂട് ഒരുക്കിയിട്ട് യേശുവിൻ്റെ ജന്മദിനം, ഹിന്ദുക്കളില്ല അതിനകത്ത്, പ്രാക്ടിക്കലി കുറച്ചു പേരുണ്ടാവും, ഈ ജന്മദിനം യേശു ക്രിസ്തുവിൻ്റെ പുൽക്കൊടിയിലുള്ള ജനനം ഇതെല്ലാം കാണിച്ച് എല്ലാ മുറിയിലും, എന്നിട്ട് വലിയൊരു കോമ്പറ്റീഷനുണ്ട്. അതിലേറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന വ്യക്തികൾക്ക് അവാർഡ് കൊടുക്കലൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ സരസ്വതി പൂജയില്ല, വിഘ്നേശ്വര പൂജയില്ല, നടത്താൻ അനുവദിക്കുകയില്ല. ഹൈന്ദവമായിട്ടുള്ള ഒന്നും ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ ഞാൻ പോയ കാലത്ത് കുറേ കാലമായിട്ട് ഞാൻ അവിടെ നടക്കുന്നതായിട്ട് അറിയുകയും ചെയ്തിട്ടുണ്ട്, നേരിട്ട് പോയിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാഴ്ച നമ്മൾ അറിയണം. ഹൈന്ദവ ജനത ഹൈന്ദവ സംസ്കാരത്തെ പുറങ്കാലുകൊണ്ട് തട്ടി തമസ്കരിച്ച് തിരസ്കരിച്ച് അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി നിരാകരിച്ച് നിഷേധിച്ച്, അത് ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഇരട്ടത്താപ്പ്. മറ്റു മതങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ക്രിസ്തുമസ് പുൽക്കൊടി വെച്ച് ആഘോഷിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, അത് മാത്രമേ പാടുള്ളൂ. എന്താണാവോ ഇതിൻ്റെ ഉദ്ദേശം? അതുപോലെ പണ്ട് അവിടെ ഒരു അധ്യാപകനെ, വളരെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയെ ഇവിടെ ഗുരുപൂജയ്ക്ക് വിളിച്ചു വരുത്തി അവഹേളിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട്. ഞാനിത് ഇതിനോട് ചേർത്ത് പറയാൻ കാരണം, ആ വ്യാസപൂർണിമ, ഗുരുപൂർണിമ, ഗുരുപൂജ എന്നുള്ളത് പണ്ഡിതനായിട്ടുള്ളൊരു വ്യക്തിയെ വിളിച്ചു വരുത്തി അവഹേളിച്ച് പറഞ്ഞയച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ വിളിക്കണമെന്ന്, ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ ആരാധിക്കണമെന്ന്, പിന്നെ എന്തിനാ എന്നെ വിളിച്ച് അവഹേളിക്കുന്നത്? അങ്ങനെ കരയിപ്പിച്ച് വിട്ടതും അവിടുത്തെ ഒരു സംസ്കാരമാണ്. നമ്മളിതറിയണം. വ്യത്യാസമുള്ള അധ്യാപകരോ വ്യത്യാസമുള്ള കുട്ടികളോ ഉണ്ടാകുമായിരിക്കാം. മൊത്തത്തിൽ അവിടെ നടന്നു വരുന്ന ഇനിയും നടന്നു വരാൻ സാധ്യതയുള്ള ഒരു സനാതന ധർമ്മ അവഹേളനത്തിൻ്റെ പിന്തുടർച്ചയാണത്. ഒരുപക്ഷെ കാലം കഴിയുമ്പോൾ മാറുമായിരിക്കാം, ഇപ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ മറ്റു മതങ്ങളോടുള്ള പ്രീണനം അത് വോട്ടും ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇതിനോട് താല്പര്യമില്ലാത്തവർ അതിനോട് മാത്രം താല്പര്യമുള്ളവരാണ് എന്ന് കാണിച്ചു കൊടുത്ത് സ്വന്തം അമ്മയെ പല പേരിൽ വിളിക്കുക, മറ്റുള്ളവൻ്റെ അമ്മയെ ചാരിത്ര്യമുള്ളവരായിട്ട് കാണുക. ഈ വ്യത്യാസവും കൂടി നമ്മൾ അറിയണം. നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും അറിയണം.